നമ്മുടെ ലൈവ് സീരീസ് നമ്മൾ കുറച്ച് മെസ്സേജ് അയക്കാനുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കും, അതായത് നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ ആ കൺഫസ് ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അത് ഞങ്ങളിവിടെ കാണിക്കും. അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ സൊസൈറ്റിയോട് അറിയിക്കണമെന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്തത്. കുറേ പേര് അതിൽ അയച്ചിട്ടുണ്ട്. ചില ആൾക്കാർ വെറുതെ ഹായ് ഹലോ പിന്നെ അവരുടെ ഫ്രസ്ട്രേഷനും അയച്ചിട്ടുണ്ട്. എവിടെ എന്തും ഉണ്ടാവാമല്ലോ. പക്ഷേ എനിക്കിന്ന് സംസാരിക്കണം തോന്നിയിട്ടില്ല. നമ്മുടെ ലൈവ് സീരീസിലെ ഈ ഒരു ടോപ്പിക്ക് ഇതാണ്. അങ്കിള് ചെറുപ്പത്തിൽ ഇപ്പോൾ അടുത്തുള്ളൊരു സമയത്ത് നിന്നാണ് ആ കുട്ടി പറയുന്നത്. നിങ്ങളിപ്പോൾ അത് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആ കുട്ടിയോട് ഉണ്ടാക്കിയ ഒരു അബ്യൂസ്. അപ്പോൾ ആ കുട്ടി അതിനെ പറയാൻ പേടിച്ച് ഭയന്നിരുന്നിട്ട് ഒരുവിധം ധൈര്യം വന്നിട്ട് ആ കുട്ടി അമ്മയോട് പോയിട്ട് പറയാണ്. അപ്പോൾ അങ്കിളാണോ അമ്മയാണോ അവിടെ കുറ്റക്കാർ കൂടുതൽ എന്നുള്ളത് നിങ്ങൾ വേണം കേട്ടോ അത് കേട്ടിട്ട് പറയാം. അപ്പോൾ അമ്മ പറയാണ്, ഭയങ്കര പൊട്ടിച്ചിരിച്ചിട്ട് പറയണം, ഇതൊക്കെ ഭയങ്കര സംഭവമൊന്നുമല്ല, ഇതൊക്കെ ഇപ്പോൾ വലിയ കാര്യമാണോ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും അങ്കിളിങ്ങനെയാണ് എന്നാണ് പറയണത്. ഈ അങ്കിളിന് ഈ തപ്പലും തടയിലൊക്കെ ഉണ്ടാവുന്ന പരിപാടികളുണ്ട് എന്നുള്ളൊരു മട്ടിൽ അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ അബ്യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്വൈറ്റ് നോർമലാണ്, ഇത് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയാണ് ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായത്. പിന്നെ ഇതിന് ശേഷം പിന്നെ ആ കുട്ടിക്ക് തോന്നി, അമ്മയോട് തോന്നിയ ഒരു ദേഷ്യം ഭയങ്കര സ്ട്രോങ് ആണ് ഉണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായം സാധാരണ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്, എനിക്ക് ആ കുട്ടിയുടെ ഭാഗം എനിക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരമ്മയുടെ അടുത്ത് പറയുമ്പോൾ അമ്മ ആ പ്രശ്നത്തിന് ഇമോഷണൽ വാലിഡേറ്റ് ചെയ്യാതെ അമ്മ അതിനെ വളരെ മോശമായിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന പെയിൻ പറഞ്ഞാൽ ഭയങ്കര വലിയൊരു മുറിവാണ്. അതായത് നമ്മൾ പറയില്ലേ, ഇവർക്കുണ്ടായതിനേക്കാളും കൂടുതൽ, അതായത് ആ അങ്കിളിനേക്കാളും കൂടുതൽ ഈ കുട്ടിയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്ന അമ്മയോടായിരിക്കും. കാരണം നമ്മുടെ പാരൻസിനോട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട്. നമ്മളൊരു ട്രസ്റ്റ് വെച്ചിട്ട് ഒരു മനുഷ്യനോട് ഒരു കാര്യം പറയുമ്പോൾ, നമ്മൾ പറയില്ലേ, ഈവൻ ലോല് പോലും നമ്മൾ പണിഷ്മെൻറ്റ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളെ സംരക്ഷിക്കുന്ന ആളുകൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പണിഷ്മെൻറ്റ് കൂടുതലാണ്. നമ്മൾ ട്രസ്റ്റ് വർത്തി ആയിട്ട് കരുതുന്ന ആളുകൾ തന്നെ നമ്മളെ വേറൊരു രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അങ്ങനെയാണ് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടുകാരെ ബന്ധുക്കൾ അതൊക്കെ എന്തും ആയിക്കോട്ടെ, പക്ഷെ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ, ആ കുട്ടി അനുഭവിച്ച അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ ഷീസ് എ ബിഗ് സീറോ. അവരൊരു സീറോ ആയി കഴിഞ്ഞിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളോ എന്തും ആയിക്കോട്ടെ, എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊച്ച് വന്നിട്ട് അവൾക്ക് ഉണ്ടായ അനുഭവം വന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള മര്യാദ പോലും ചെയ്തിട്ടില്ല ഇവർ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടിയുടെ അമ്മ ചെയ്തത് ശരിയാണ്? അങ്കിളിൻ്റെ വീട്, അയാൾ ചെയ്തത് മൊത്തം തെറ്റാണ്. കാരണം ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യുന്ന ആൾക്ക് എന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? ആ കുടുംബത്തിലുള്ള എല്ലാ സ്ത്രീകളോടും അയാൾ ഇങ്ങനെയാണ് പെരുമാറുക. കാരണം ഒരാളും പ്രതികരിക്കണില്ല, എല്ലാവരും സൈലൻ്റായിട്ട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അല്ലെങ്കിലും കുട്ടികൾക്കുണ്ടല്ലോ, ചിലർക്ക് ഈ കുട്ടിക്കാലത്തുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഇത് എല്ലാവരോടും ഇങ്ങനെയാണ്, ക്വൈറ്റ് നോർമലാണെന്നാണ്. കണ്ടില്ലേ, ഇപ്പോൾ ഇതൊരു പ്രശ്നം വന്നിട്ട് നമ്മൾ പോയിട്ട് അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ അമ്മ തന്നെ എടുത്ത രീതി എന്താ, വേറൊരു രീതിയിലാണ്, മോശമായിട്ടാണ് അത് എടുത്തത്. അപ്പോൾ നമ്മളെപ്പോഴും പാരൻറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് കാര്യം കുട്ടികൾ ഓപ്പണായിട്ട് പറയുമ്പോൾ ആ കുട്ടികൾക്ക് പറയാനുള്ള ഫ്രീഡം ഉണ്ടാവണം. അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. നമ്മളെ വിശ്വസിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. അപ്പോൾ കുടുംബത്തിലെ അങ്കിളാണെങ്കിലും അച്ഛനാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഏറ്റവും വലിയൊരു ട്രസ്റ്റിനെയാണ് അവിടെ ഇങ്ങനെ ഈ അമ്മയുടെ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പാരൻറ്റിങ്ങിൽ എന്ത് കാര്യം കുട്ടികൾക്ക് തുറന്നു പറയണമെങ്കിൽ, ആ ട്രസ്റ്റ് കിട്ടണമെങ്കിൽ അവരെ പ്രത്യേകം കേൾക്കണം. അവർ പറയുന്ന ഫീലിങ്സിനെ പരിഹസിക്കാനോ കളിയാക്കാനോ ഒന്നും പാടില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മുതിർന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടായി നിങ്ങൾക്കത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, കുഴപ്പമുള്ളത് കാരണം കൊണ്ടാണല്ലോ ആ കുട്ടി വന്നിട്ട് അത് വന്ന് കംപ്ലയിൻറ്റ് ചെയ്തത്. അത് മനസ്സിലാക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ആ കുട്ടിയുടെ അമ്മ കാണുന്നുണ്ടോ, ആ കുട്ടിയുടെ ആരെങ്കിലും കാണുന്നല്ല, ഇതേമാതിരി അനുഭവം ഉള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇങ്ങനെ ദയവ് ചെയ്ത് ഒരമ്മയും ഇതുമാതിരി ഒരു മറുപടി പറയരുത്. ഇറ്റ്സ് റോങ് ആയിട്ടുള്ള ഒരു പാരൻറ്റിങ് സ്റ്റൈലാണത്. പിന്നെ എന്ത് ചെയ്യാനാണ് മാഡം, നമ്മുടെ കുടുംബത്തിലെ കാരണവരായി പോയില്ലേ, അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് പ്രശ്നം. എന്തറിഞ്ഞ പ്രശ്നം? നമ്മുടെ കുഞ്ഞിനോളം ഇത്ര പോകുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കഴിയാത്ത മുതിർന്ന ആൾ, അത് എത്ര വലിയവനും ആയിക്കോട്ടെ, എന്താ കാര്യം?
ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരണം. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ ട്രോമ എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ളതാണ്. പിന്നെ ആ കുഞ്ഞിനോട് എനിക്ക് പറയാനുള്ളത്, മറ്റൊരാൾ ചെയ്തൊരു തെറ്റിന് നമ്മൾ ഒരിക്കലും സ്വയം നമ്മളെ ബ്ലെയിം ചെയ്യരുത്. അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ നീ മുന്നോട്ട് പോകണം. നാളെ നിനക്കൊരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് ആ കുഞ്ഞിന് ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഏറ്റവും നല്ല വാല്യൂസ് കൊടുക്കണം. എന്ത് ചെയ്യരുതെന്നാണ് നിൻ്റെ അമ്മ നിന്നെ പഠിപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല എന്താ ഏജ് എന്താണെന്നൊന്നും അറിയില്ല. മോളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ നീ ജീവിക്കണം. അതുമാത്രമല്ല, മോളുടെ വിവാഹം കഴിഞ്ഞ് മോൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിനെയും പ്രൗഡായിട്ട് തന്നെ പറ്റും. കാരണം നല്ലൊരു ക്വാളിറ്റി മോളുടെ കയ്യിലുണ്ട്. അപ്പോൾ മോളുടെ ഈ ഒരു ഫീലിങ്സിനെ ഞാൻ മനസ്സിലാക്കണം. എനിക്ക് ഒരു ഏജ് കാര്യങ്ങളെക്കുറിച്ചിട്ടും ഞാൻ അറിഞ്ഞിട്ടല്ല പറയണത്. എന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എം റിയലി സോറി. ആസ് എ മദർ, ഞാനും ഒരു അമ്മയാണ്. ഒരമ്മ ഒരിക്കലും പറഞ്ഞുകൂടാത്തൊരു കാര്യമാണ് മോളുടെ അമ്മ പറഞ്ഞത്. ഒരു അമ്മമാരുടെ ഒരു ഇതെന്ന് വെച്ചിട്ട് ഞാൻ മോളോട് പറയാണ്. ഇതൊരു എൻ്റെ ഒരു ഇമോഷണൽ സൈഡ് എന്ന് പറയണം. ആസ് പ്രൊഫഷണൽ ലെവലിൽ ഞാൻ പറയുന്നത്, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ സംഭവം നടന്നു കഴിഞ്ഞു. ആ സംഭവത്തിന് മൈൻഡിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി, എവിടേക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പറ്റുന്നത്. അതിനെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം മുന്നോട്ട് പോകാൻ. ഒരു ടെൻഷനും ഉണ്ടാവേണ്ട ആവശ്യമില്ല. റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവരോട് റോങ് എന്ന് തന്നെ പറയണം എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണുള്ളത്. പിന്നെ മോൾ മിണ്ടാതിരിക്കണതിൻ്റെ കാരണം മോളുടെ അമ്മയ്ക്ക് അറിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അമ്മ അറിഞ്ഞിരിക്കണം. കാരണം വെറുതെ നമ്മൾ സൈലൻ്റായിട്ട് പോലെ, ഇത് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കാണ്, ഇത് ശരിയല്ല എന്നുള്ള കാര്യം അവരോട് പറയണം. പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ, കാരണം അമ്മയ്ക്കും ഇങ്ങനെ ഒന്ന് തിരിച്ചറിയാം. അമ്മയുടെ കുടുംബത്തിലും അമ്മയുടെ റിലേറ്റീവ്സിനും കസിൻസിനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ക്വൈറ്റ് നോർമലാണെന്ന്. അവിടെ അങ്ങനത്തെ ഒരു സൈഡും കൂടി ഉണ്ട്. ആസ് എ പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ അപ്പുറത്തെ സൈഡും കൂടി നോക്കും. അപ്പം അമ്മയ്ക്ക് ഒരു പക്ഷേ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാനോ, അല്ലെങ്കിൽ ആ സമയത്ത് അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കും ഇങ്ങനത്തെ ഒരു ട്രീറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അത് ചിലരുണ്ട്, ഈ കിട്ടിയ നെഗറ്റീവ് അപ്പുറത്തേക്ക് കൊടുക്കുക, അപ്പുറത്ത് കിട്ടിയത് അങ്ങോട്ട് കൊടുക്കുക, ആ രീതിയിലും ആയിരിക്കാം. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആളുകൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമൻറ്റിൽ പറയണം. താങ്ക് യു.